എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഞെട്ടിക്കുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒന്ന്. ആലോചിച്ച് നോക്കുക, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള നമ്മൾ സ്ഥിരമായി വീഡിയോസൊക്കെ കാണുന്ന നല്ല രസകരമായിട്ടുള്ള യാത്രാ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം രാജ്യദ്രോഹ കുറ്റത്തിന്, അതും പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്തു എന്നുള്ള കേസിൽ അറസ്റ്റിലാകുകയാണ്. ഇത് സിനിമയിലോ വെബ് സീരീസിലോ മാത്രം കേൾക്കുന്ന കഥയല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് ഈ അടുത്തിടയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അതായത് ഹരിയാനയിൽ നിന്നുള്ള ജ്യോതി മൽഹോത്ര ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് ഇന്ത്യക്കാർക്ക് സുപരിചിതമായിട്ടുള്ള വ്ളോഗറാണ് ഇവരാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പക്ഷേ കേട്ടോ, ഈ ജ്യോതി മൽഹോത്രയെ മാത്രമല്ല നമ്മളുടെ സുരക്ഷാ ഏജൻസികൾ ഈ അടുത്തിടയ്ക്ക് പിടികൂടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്തു എന്ന് ആരോപിച്ച് മറ്റു പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല ജോലികൾ ചെയ്യുന്നവരും പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ തന്നെ ഈ കൂട്ടത്തിലുണ്ട്. സാധാരണ ജോലിക്കാർ, വിദ്യാർത്ഥികൾ, ബിസിനസ്സുകാർ, എന്തിനേറെ മറ്റ് യൂട്യൂബേഴ്സ് വരെയുണ്ട്. നൗമാൻ ഇലാഹി, ദേവേന്ദർ സിംഗ് ധില്ലൻ, ഷെഹ്സാദ്, പ്രിയങ്ക സേനാപതി എന്നിങ്ങനെ ചില പേരുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ശരിക്കും കാണിച്ചു തരുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല, വളരെ വലിയൊരു ചാരവൃത്തി ശൃംഖലയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ കേസുകൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ ലോകത്തെ സ്വാധീനം, അതിർത്തി കടന്നുള്ള രഹസ്യ നീക്കങ്ങൾ, പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ചാരവൃത്തിയുടെ പുതിയ മുഖം, ഇതെല്ലാം ഈ സംഭവങ്ങളിലൂടെ പുറത്തു വരികയാണ്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് വിശദമായിട്ട് ആഴത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ആരാണ് ഈ ജ്യോതി മൽഹോത്ര? ഇവരെങ്ങനെയാണ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ടത്? എന്തൊക്കെ തരം വിവരങ്ങളാണ് ഇവർ കൈമാറിയതെന്നാണ് ആരോപിക്കുന്നത്? എങ്ങനെയാണ് ഇവർ ഇത്രയും കാലം പിടിക്കപ്പെടാതെ പോയത്? ജ്യോതിയുടെ കൂടെ അറസ്റ്റിലായിട്ടുള്ള മറ്റാളുകൾ ആരാണ്? ഈ ശൃംഖല എത്രത്തോളം വലുതാണ്? പിന്നെ ഏറ്റവും പ്രധാനം, ഈ കേസുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, ആരാണ് ഈ ജ്യോതി മൽഹോത്ര എന്ന്. ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള 33 വയസ്സുള്ള ഒരു യാത്രാ ബ്ലോഗറാണ് ജ്യോതി മൽഹോത്ര. ജ്യോതി റാണി എന്നും ഇവർ അറിയപ്പെട്ടിരുന്നു. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലാണ് ഇവരെ പ്രശസ്തയാക്കിയത്. ഈ ചാനലിന് ഏകദേശം 3,80,000 സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ 1,30,000-ലധികം ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും പല സ്ഥലങ്ങളിലും അവിടെയുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോസാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്തിരുന്നത്. എന്നാൽ മറ്റുള്ള യാത്രാ ബ്ലോഗർമാരിൽ നിന്ന് ജ്യോതിയെ വ്യത്യസ്തയാക്കിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം ഇന്ത്യൻ യൂട്യൂബേഴ്സും ചെയ്യാൻ ധൈര്യപ്പെടാത്ത, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തത്. അതായത് ഇന്ത്യയുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇവർ വീഡിയോസ്, അതായത് വ്ലോഗുകൾ ചെയ്യുകയാണ്. ഇവരുടെ ചാനലിൽ ഇന്ത്യൻ ഗേൾ ഇൻ പാകിസ്ഥാൻ, എക്സ്പ്ലോറിംഗ് ലാഹോർ, കടസ്രാജ് ടെമ്പിൾ എന്നൊക്കെയുള്ള വീഡിയോസ് വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ വീഡിയോസിൽ പലപ്പോഴും ഇവർ ഇന്ത്യൻ സംസ്കാരത്തെയും പാകിസ്ഥാൻ സംസ്കാരത്തെയും താരതമ്യം ചെയ്ത് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇവർക്ക് ഒരുപാട് ആരാധകരുണ്ടാകുകയാണ്. ഡിജിറ്റൽ ലോകത്ത് ഒരു പാലം പണിയുന്ന ഒരാൾ എന്ന രീതിയിലുള്ള ഒരു ഇമേജാണ് ഇവർ ഉണ്ടാക്കിയെടുത്തത്. അതായത് പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു സൗഹൃദ പാലം പണിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവരുടെ വീഡിയോസ് ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലോട് നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പുറമേ കാണുന്ന ഈ നല്ല ചിത്രത്തിന് പിന്നിൽ മറ്റൊരു കഥ നടക്കുന്നുണ്ടായിരുന്നു, വളരെ ഞെട്ടിക്കുന്നൊരു കഥ. പോലീസ് പറയുന്ന വിവരങ്ങൾ അനുസരിച്ചും FIR രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ചും ജ്യോതിയുടെ ചാരവൃത്തി ലോകത്തേക്കുള്ള യാത്രകൾ തുടങ്ങുന്നത് വർഷം 2023-ലാണ്. അന്ന് പാകിസ്ഥാൻ വിസയ്ക്ക് വേണ്ടി ഇവർ ഡൽഹിയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ പോവുകയാണ്. അവിടെ വെച്ചാണ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ISIയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷിനെ ജ്യോതി പരിചയപ്പെടുന്നത്. ഈ ഡാനിഷ് ഉണ്ടല്ലോ, ജ്യോതിയുടെ വിസ കാലാവധി കൂട്ടിക്കൊടുക്കാൻ സഹായിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പാകിസ്ഥാനിലെ ലാഹോറിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ ബന്ധം കുറച്ചുകൂടി ദൃഢമാകുകയാണ്. ഡാനിഷ് വഴി ജ്യോതി പാകിസ്ഥാനിലെ മറ്റ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെയും പരിചയപ്പെടുകയാണ്. പാകിസ്ഥാനിലെത്തിയ ജ്യോതിയെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അലി അഹ്വാൻ എന്ന പേരുള്ള ഒരാളാണ്. ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ താമസവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കെയർ ടേക്കറിലെ, അതാണ് ഈ അലി അഹ്വാൻ. ഇയാളാണ് ശരിക്കും പാകിസ്ഥാന്റെ സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട്, അതായത് ഷാക്കിർ റാണ, ഷഹബാസ് പോലുള്ളവരൊക്കെ ആയിട്ട് ജ്യോതിക്ക് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ജ്യോതി തന്റെ പാകിസ്ഥാൻ ഹാൻഡലർമാരായിട്ട്, അതായത് ഇവരെ നിയന്ത്രിച്ചിരുന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെയാണ് ഹാൻഡലേഴ്സ് എന്ന് വിളിക്കുന്നത്, അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് വാട്സാപ്പ്, ടെലഗ്രാം, സ്നാപ്ചാറ്റ് പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ ആപ്പുകളാണ് ഇവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ജ്യോതി ഹാൻഡലർമാരുടെ നമ്പറുകൾ കള്ളപ്പേരിലായിരുന്നു സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജെറ്റ് റൺധാവ പോലുള്ള പേരുകളിൽ. ഷാക്കിർ എന്ന ഉദ്യോഗസ്ഥന്റെ നമ്പറായിരുന്നു ജെറ്റ് റൺധാവ എന്ന പേരിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജ്യോതിയുടെ യാത്രാ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറഞ്ഞത് 4 തവണയെങ്കിലും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തവണ ചൈനയിലും പോയിട്ടുണ്ട്. ഈ യാത്രകളിൽ പലതും തന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള യാത്രകളായിരുന്നു. അതായത് യാത്രയുടെ ചെലവും താമസത്തിന്റെ ചെലവും എല്ലാം തന്നെ പാകിസ്ഥാനിലെ ഈ ബന്ധങ്ങളാണ് വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനുമായിട്ട് ഇവർ ഇന്തോനേഷ്യയിലെ ബാലിയിൽ പോയതായിട്ട് വിവരമുണ്ട്. ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഒരുപക്ഷെ സ്വകാര്യമായിട്ടുള്ള പല ബന്ധങ്ങളും ഉണ്ടായിരിക്കാമെന്നാണ് പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് ലഭിക്കുന്ന സാധാരണ വരുമാനം വെച്ച് ഇതുപോലുള്ള യാത്രകൾ സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതുപോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് യാത്രകൾ ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയല്ല, ഇവർ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവർ യാത്ര ചെയ്യുന്ന രീതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൈറ്റ് എടുക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റുകൾ മാത്രമാണ്. താമസിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ, റെസ്റ്റോറൻറ്റുകളും ഭക്ഷണം കഴിക്കുമല്ലോ,
അതും 5 സ്റ്റാർ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് പോലുമാണ് ഇവർ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇതാണ് ആദ്യമായിട്ട് സംശയത്തിന് ഇടയാക്കിയത്. പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയല്ലോ, ആ സമയത്ത് പോലും ജ്യോതി നമ്മുടെ ഇന്ത്യ പുറത്താക്കിയിട്ടുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഡാനിഷ്, ആ ഡാനിഷുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ഓപ്പറേഷന് തൊട്ട് മുമ്പ്, അതായത് മെയ് 6-ാം തീയതി ഡൽഹിയിൽ വെച്ച് ജ്യോതി ഡാനിഷിനെ കണ്ടിരുന്നുവെന്നും അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ബ്ലാക്ക് ഔട്ട് ഡ്രില്ലുകൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ഒരു റിപ്പോർട്ടുകൾ വരികയാണ്, ഇത് സുരക്ഷാ ഏജൻസികളുടെ കണ്ണിൽ പെടുകയാണ്. സുരക്ഷാ ഏജൻസികൾക്ക് വളരെയേറെ സംശയം ഉണ്ടാക്കാനായിട്ട് ഈ സംഭവം കാരണമായി മാറുകയാണ്. പാകിസ്ഥാന്റെ നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട് 2024 മാർച്ചിൽ പാകിസ്ഥാൻ എംബസിയിൽ നടന്ന ഒരു ഇഫ്താർ വിരുന്നിൽ ജ്യോതി പങ്കെടുത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങളുമുണ്ട്. അവിടെ വെച്ചും ഇവർ ഡാനിഷിനെ കണ്ടിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവരുടെ ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകളാണ്. എന്തൊക്കെ വിവരങ്ങളാണ് കൈമാറിയത്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ജ്യോതി ചെയ്തത്? എന്തായാലും ഇവർക്ക് നേരിട്ട് നമ്മുടെ സൈന്യത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളൊന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇവരുടെ പങ്ക് രണ്ട് രീതിയിലുള്ളതായിരുന്നു. ഒന്നാമത്തത് നറേറ്റീവ് വാർഫെയർ ആണ്, അഥവാ ആശയ പ്രചാരണ യുദ്ധം. അതാണ് ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്ന പ്രധാന ജോലി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ ഒരു വെളുപ്പിച്ച് കാണിക്കുക, അതായത് പാകിസ്ഥാൻ്റെ ഒരു നല്ല ചിത്രം വരച്ച് കാട്ടുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആ ഒരു പ്രധാന ടാസ്കിൽ വരുന്നത്. ഇന്ത്യക്കാർക്കിടയിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ചിന്താഗതി വളർത്തുക എന്നുള്ളതായിരുന്നു ഇതുകൊണ്ടുള്ള ലക്ഷ്യം. ഇത് പുതിയ കാലത്തെ ഒരുതരം സൈക്കോളജിക്കൽ അഥവാ മാനസിക യുദ്ധമാണ്. ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ചുകൊണ്ട്, യൂട്യൂബേഴ്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ ചിന്താരീതിയെ, ചിന്താഗതിയെ വളരെയേറെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ജ്യോതിയുടെ പാകിസ്ഥാൻ യാത്രാ വീഡിയോകളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിരുന്നിരിക്കാം എന്നാണ് സംശയിക്കുന്നത്. പാകിസ്ഥാൻ്റെ സാംസ്കാരിക ഹൃദയം എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ വെച്ചാണ് ഇവർ ലാഹോറിനെയൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഈ ഒരു സംഭവത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. രണ്ട് സെൻസിറ്റീവ് വിഷ്വൽസ് ആൻഡ് ഡാറ്റയാണ്, പ്രധാനപ്പെട്ട ചിത്രങ്ങളും വിവരങ്ങളുമാണ്. യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് സൈനിക താവളങ്ങളോ മറ്റ് രഹസ്യ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളോ ഒക്കെ തന്നെ അതിൻ്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഇവരെടുത്ത് പാകിസ്ഥാൻ ഹാൻഡലർമാർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ, അതായത് വൈറ്റൽ ഇൻസ്റ്റലേഷൻസ് ഇവർ കൈമാറി എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് ഇതിനെല്ലാം പ്രതിഫലമായിട്ട് പണം ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ തന്നെ ഈ ശൃംഖലയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബാങ്ക് രേഖകളും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പോലീസ് അല്ല കേട്ടോ, നമ്മുടെ NIA പോലുള്ള സുരക്ഷാ ഏജൻസികളാണ്. ഇവരുടെ യാത്രകൾക്കുള്ള പണം എവിടെ നിന്നാണ് വന്നതെന്ന് പോലും പ്രധാനമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ നടന്നിട്ടും ഇത്രയും നാൾ ഈ ജ്യോതി മൽഹോത്രയെ ആരും കാര്യമാക്കി സംശയിക്കാതെ പോയത് എങ്ങനെയാണ്? അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം പറയുവാണെങ്കിൽ, കഴിഞ്ഞ വർഷമോ മറ്റോ ഒരു ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വ്യക്തിപരമായിട്ട് പലർക്കും സംശയം തോന്നിയിരുന്നു. പക്ഷേ നമ്മൾ കാര്യമായിട്ട് നമ്മുടെ രാജ്യം ഇവരെ സംശയിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എന്തായാലും അതിൻ്റെ പ്രധാന കാര്യം പറയുവാണെങ്കിൽ, ഒന്നാമത്തത് ഇവരുടെ ആശയവിനിമയ രീതിയാണ്. ഇവർ ഉപയോഗിച്ചിരുന്നത് ടെലഗ്രാം പോലുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് മറ്റൊരാൾക്കും അത് പെട്ടെന്ന് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അതിന് കുറച്ച് നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ചാറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അവരെ ഫോക്കസ് ചെയ്ത് സെർച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കണ്ണിലൂടെ പെട്ടെന്ന് അങ്ങോട്ട് പോകില്ല. പിന്നെ ഈ ഹാൻഡർമാരുടെ നമ്പറുകൾ ജഡ് റൺധാവ പോലുള്ള കള്ളപ്പേരുകളിലാണ് സേവ് ചെയ്തിരുന്നത്. ഇത് സംശയം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആസൂത്രിതമായി ചെയ്തതാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, യാത്രാ വ്ളോഗർ, അതായത് ഒരു ട്രാവൽ വ്ളോഗർ എന്ന മുഖമായിരുന്നു ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരൊരു യാത്രാ വ്ളോഗർ ആയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് സാധാരണമായിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മുടെ നാട്ടിലും പല യാത്രാ വ്ളോഗേഴ്സ് ഉണ്ട്. അവരും ഇതുപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ അവർക്കൊന്നും വേറെ ഐഡിയോളജിയോ കാര്യങ്ങളോ ഇല്ല. അവർ ജസ്റ്റ് യാത്രാ വ്ളോഗർ ആണല്ലേ. അപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരാൾക്കും ഇവർ ജസ്റ്റ് ഒരു യാത്രാ വ്ളോഗർ ആണെന്ന് മാത്രം തോന്നത്തേ ഉള്ളൂ. ജ്യോതിക്ക് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കുമുള്ള യാത്രകളെല്ലാം തന്നെ ഈ വ്ളോഗിങ്ങിന്റെ ഭാഗമായിട്ടാണ് ചെയ്തതെന്ന് എളുപ്പത്തിൽ വരുത്തി തീർക്കാനായിട്ട് സാധിക്കുകയാണ്. 3 സാമ്പത്തിക കാര്യങ്ങളാണ്. യാത്രകൾക്ക് വരുന്ന വലിയ ചെലവുകൾ ഇവർക്ക് ലഭിക്കുന്ന വരുമാനവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ വളരെ വലുതായിരുന്നു. ഇവർക്കൊട്ടും വഹിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. കാരണം ഇവർ താമസിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ, സഞ്ചരിക്കുന്നത് കൂടിയ കാറുകളിൽ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത്രത്തോളം വലുത്, ഫസ്റ്റ് ക്ലാസ് പ്ലെയിനിൽ ഇവർ യാത്ര ചെയ്യത്തുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴേക്കും ഇവർക്ക് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഇതിനൊന്നും ആ ചെലവുകൾ വഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ബന്ധങ്ങളാണ് ഈ യാത്രയെ സ്പോൺസർ ചെയ്തതെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇത് തുടക്കത്തിൽ അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. പിന്നീടുള്ള ആഴത്തിലുള്ള അന്വേഷണത്തിലാണ് ഇവരുടെ ആഡംബര ജീവിതവും വരുമാനവും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് മനസ്സിലാക്കിയതും അത് സംശയത്തിന് ഇടയാക്കിയതും. 4, പാകിസ്ഥാനിൽ ഇവർക്ക് ലഭിച്ച സൗകര്യങ്ങളാണ്. പാകിസ്ഥാനിൽ ഇവർക്ക് വളരെ നല്ല സൗകര്യങ്ങൾ, VIP പരിഗണനയും ലഭിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ബന്ധങ്ങളാണ് ഇതിനെല്ലാം വഴിയൊരുക്കി കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ, അതായത് ഇവർ പാകിസ്ഥാൻ
പാകിസ്ഥാനിലേക്ക് ഒരു സാധാരണ ഇന്ത്യ എന്നുള്ള വ്ളോഗർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഭിക്കുന്നതിലും അവർക്ക് കിട്ടുന്നതിലും ഒക്കെ കൂടുതൽ സൗകര്യങ്ങളും VIP പരിഗണനയും ഒക്കെ തന്നെയായിരുന്നു ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ ജ്യോതിയുടെ അച്ഛൻ ഹരീഷ് മൽഹോത്ര തന്റെ മകളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു കേട്ടോ. വിദേശയാത്രകൾക്ക് എല്ലാ ആവശ്യമായിട്ടുള്ള അനുമതികളൊക്കെ വാങ്ങിയിരുന്നു എന്നും അതിർത്തിക്കപ്പുറമുള്ള സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ് കുറ്റമാകുന്നതും എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തോട് പറയാനുള്ളത് അതിർത്തിക്കപ്പുറത്തുള്ള സുഹൃത്തുക്കളുമായിട്ടല്ല സംസാരിച്ചത്, മറിച്ച് അതിർത്തിക്കപ്പുറത്തുള്ള രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അവർക്ക് വേണ്ടി, അതായത് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ചെയ്ത കുറ്റത്തിലാണ് ഇപ്പോൾ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ നിങ്ങളുടെ മകളെ എടുത്ത് അകത്തിട്ടിരിക്കുന്നത്. അത് കേവലം സൗഹൃദത്തിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാതിരിക്കാൻ ശ്രമിക്കുക. സുരക്ഷാ ഉദ്യോഗസ്ഥരെ ജ്യോതിയുടെ വീട് റെയ്ഡ് ചെയ്ത് മൊബൈൽ ഫോണുകളും മറ്റ് രേഖകളും ഒക്കെ കൊണ്ടുപോവുകയാണ്. ഇതിനെല്ലാം തന്നെ ആ പിതാവ് ചോദ്യം ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ രഹസ്യാന്വേഷണ ഏജൻസികൾ കുറച്ച് നാളായിട്ട് ജ്യോതിയുടെ നീക്കങ്ങൾ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ എംബസിയിലെ ഇഫ്താർ പാർട്ടിയിലുള്ള വീഡിയോ പോലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഇവർ എടുത്തു വെച്ച് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജ്യോതിയുടെ മേലിൽ ഇവരൊരു സ്കെച്ച് ഇടുകയാണ്, ജ്യോതിയെ ഇവരുടെ ഷാഡോയിലാക്കുകയാണ്. അങ്ങനെ കുറച്ച് നാളത്തെ അന്വേഷണത്തിലൊടുവിലാണ് ഫൈനലി ജ്യോതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറസ്റ്റിലേക്ക് എത്തുന്നത് കേട്ടോ. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹരിയാന പോലീസാണ് ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്യുന്നത്. കൃത്യമായി പറയുവാണെങ്കിൽ 2025 മെയ് 16 ഹരിയാനയിലെ ഹിസാറിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടുന്നത്. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം ഇവരുടെ വീട് റെയ്ഡ് ചെയ്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങളായിട്ടുള്ള മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ക്യാമറ തുടങ്ങിയ എല്ലാ സാധനങ്ങളും, കൂടാതെ പാസ്പോർട്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ പിടിച്ചെടുക്കുകയാണ്. ജ്യോതിയുടേത് മാത്രമല്ല, വീട് റെയ്ഡ് ചെയ്യുമ്പോൾ അറിയാല്ല, വീട്ടിലുള്ള കുടുംബാംഗങ്ങളുടെയും ഒക്കെ തന്നെ ഉപകരണങ്ങളും എല്ലാം തന്നെ ഇവർ കൊണ്ടുപോകും. അപ്പോൾ അതാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ജ്യോതിയുടെ മാത്രമല്ല എൻ്റെയും ഫോൺ അടക്കം പിടിച്ചുകൊണ്ട് പോയെന്ന്. അതങ്ങനെയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ഒരു ഇൻകം ടാക്സിന്റെ റെയ്ഡ് വന്നാൽ പോലും വീട്ടിലുള്ള എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും പിടിച്ചെടുക്കും. അപ്പോഴാണ് ഈ അച്ഛൻ പറയുന്നത് എൻ്റെ ഫോൺ അടക്കം കൊണ്ടുപോയെന്ന്. എന്തായാലും ഈ ഫോണുകളും മറ്റ് ക്യാമറകളും ലാപ്ടോപ്പുകളും എല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ വളരെ ഗൗരവമുള്ളവയാണ് കേട്ടോ. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്, അതായത് ഔദ്യോഗിക രഹസ്യ നിയമം അനുസരിച്ചുള്ള സെക്ഷൻ 3, സെക്ഷൻ 5, പിന്നെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുള്ള സെക്ഷൻ 152 പ്രധാനമായിട്ട് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ സെക്ഷൻ 3 നോക്കുകയാണെങ്കിൽ അത് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ദോഷകരമാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇനി സെക്ഷൻ 5 ആകട്ടെ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക വിവരങ്ങൾ അനധികൃതമായിട്ട് കൈമാറുന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. ഇനി BNSലെ സെക്ഷൻ 152 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവയ്ക്ക് ഭീഷണിയാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ വകുപ്പുകൾ പ്രകാരം ഇവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, അതായത് ജാമ്യമില്ലാ കുറ്റമാണ്. കോടതിയാണ് ജാമ്യം കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട, രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ജാമ്യം കൊടുക്കില്ല. ഒരുപാട് കാലം വിചാരണ തടവുകാരിയായിട്ടൊക്കെ അകത്ത് കഴിയേണ്ടി വരും. എന്തായാലും അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയാണ്. ഉടൻ തന്നെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയാണ്. കാരണം കൂടുതൽ അന്വേഷണങ്ങൾ വേണമല്ലോ. എന്തായാലും ഇവരുടെ ഡിജിറ്റൽ വിവരങ്ങളെല്ലാം തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മൊബൈൽ ഫോണിലെയും ലാപ്ടോപ്പിലെ വിവരങ്ങൾ, ആരുടെ എല്ലാം നമ്പറുകളാണ് സേവ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ മെസ്സേജുകളാണ് അയച്ചിരിക്കുന്നത്, സാമ്പത്തിക ഇടപാടുകൾ, ഇതെല്ലാം വിശദമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരത്തുള്ളൂ. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇവർ ചില കാര്യങ്ങൾ സമ്മതിച്ചതായിട്ടും റിപ്പോർട്ടുമുണ്ട്. അതായത് ഡാനിഷുമായിട്ട് ഇവർക്കുണ്ടായിരുന്ന അടുത്ത ബന്ധമുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഇവർ സമ്മതിച്ചതായിട്ടും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇനി മറ്റ് ചില അറസ്റ്റുകളെ പറ്റി കൂടി നമ്മൾ സംസാരിക്കണം. ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റ് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല കേട്ടോ. ഇത് വലിയൊരു ശൃംഖലയുടെ ഒരു ഭാഗമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തിടയ്ക്കായിട്ട് ഹരിയാനയിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലുമായിട്ട് ഈ കേസിന് സമാനമായിട്ടുള്ള രീതിയിൽ ജ്യോതി ഉൾപ്പെടെ കുറഞ്ഞത് 9 പേരെങ്കിലും അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ചാരവൃത്തിയുടെ വ്യാപ്തിയാണ് കാണിക്കുന്നത്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം, പ്രത്യേകിച്ച് ഭാരതം നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകൾക്ക് ശേഷം ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന വലിയ സംഘർഷങ്ങൾക്കിടയിലാണ് ഇങ്ങനെയുള്ള അറസ്റ്റുകൾ നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ചാരവൃത്തി കേസിന്റെ ഭാഗമായിട്ട് അറസ്റ്റിലായ മറ്റുള്ളവരെ കുറിച്ച് പറയുവാണെങ്കിൽ പലരും പല ജോലികൾ ചെയ്യുന്നവരാണ്, പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ഇത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും ഒരു പ്രത്യേകതരം ആളുകളെയല്ല ലക്ഷ്യമിടുന്നത് എന്നാണ് കാണിക്കുന്നത്. പാനിപ്പട്ടിൽ നിന്നുള്ള നൗമാൻ ഇലാഹി എന്ന പേരുള്ള 24 വയസ്സുള്ള സുരക്ഷാ ജീവനക്കാരനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇയാൾ പാകിസ്ഥാനിലുള്ള ഹാൻഡലർമാരായിട്ട് നേരിട്ട് ബന്ധങ്ങൾ കൈമാറിയെന്നും പണം കൈപ്പറ്റിയെന്നുമാണ് പറയപ്പെടുന്നത്. ഇയാൾക്ക് പണം ലഭിച്ചതായിട്ടും തൻ്റെ അളിയന്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണെന്നും, അതായത് പണം അളിയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും ഒക്കെയുള്ള വിവരങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വന്നു. കൈത്തൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അറസ്റ്റിലായിട്ടുള്ള ദേവേന്ദർ സിംഗ് ദില്ലൻ എന്ന് പറയുന്ന ഒരു 25 വയസ്സുള്ള യുവാവ് ഒരു വിദ്യാർത്ഥിയാണ്. ഇയാൾ പാകിസ്ഥാനിൽ കർത്താൻപൂർ സന്ദർശിച്ചിരുന്നുവെന്നും പട്യാലയിലെ സൈനിക ക്യാമ്പിന്റെ ചിത്രങ്ങളടക്കം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കൈമാറിയെന്നും ആരോപണങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആയുധങ്ങളുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനെ തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ചാരവൃത്തി ബന്ധം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. നൂഹിൽ നിന്ന് അർമാൻ എന്ന 23 വയസ്സുള്ള ആളെയും അറസ്റ്റ് ചെയ്തു. ഇയാൾ ഇന്ത്യൻ സിം കാർഡുകൾ സംഘടിപ്പിച്ച് പാകിസ്ഥാനിൽ നൽകിയെന്നും ഡൽഹിയിൽ ജോലിക്കാരനായി അഭിനയിച്ച് വിവരങ്ങൾ ശേഖരിച്ചുവെന്നും ഒരു ഡിഫൻസ് എക്സ്പോയിൽ നിന്നുള്ള വിവരങ്ങൾ കൈമാറിയെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. ഒരു ഭീകരൻ വഴിയാണ് ഇവർ പാക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് ഷെഹ്സാദ് എന്ന ബിസിനസ്
ബിസിനസ്സുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ അതിർത്തി കടന്നുള്ള കള്ളക്കടത്തിന്റെ മറവിലാണ് പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ചാരവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പഞ്ചാബിൽ നിന്ന് മുഹമ്മദ് മുർത്തസ എന്നൊരാളെ അറസ്റ്റ് ചെയ്തു. ഇയാൾ ചാരവൃത്തിക്ക് വേണ്ടി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ഉണ്ടാക്കിയത്രേ. ഒന്നാലോചിച്ച് നോക്കണേ. ഇയാളുടെ കയ്യിൽ നിന്ന് എന്തായാലും 4 ഫോണുകളും 3 സിം കാർഡുകളുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഗലാസ എന്ന പേരുള്ള ഒരു സ്ത്രീയും പഞ്ചാബിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ചാരവൃത്തിക്കായി പണം കൈമാറാൻ സഹായിച്ചോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത് കൂടാതെ ഒഡീഷയിൽ നിന്നുള്ള യൂട്യൂബർ പ്രിയങ്ക സേനാവതിയും ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ്. ഇവർക്ക് ജ്യോതി മൽഹോത്രയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം കാണിക്കുന്നത് പല രീതിയിലുള്ള ആളുകളെയാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. സാധാരണ ജോലിക്കാർ, വിദ്യാർത്ഥികൾ, ബിസിനസ്സുകാർ, എന്തിന് യൂട്യൂബേഴ്സ്, ഇങ്ങനെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ഈ ഉൾപ്പെട്ടിട്ടുണ്ട്. പല രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനും പണം കൈമാറാനും ആശയവിനിമയം നടത്താനും ഒക്കെ പലരെയും ഉപയോഗിച്ചിരിക്കുന്നു. സീനിയർ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇത് പുതിയ കാലത്തെ, പുതിയ ലോകത്തെ ഒരുതരം യുദ്ധമാണ് എന്നുള്ളതാണ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പല രാജ്യത്തെയും രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഏജൻസികൾ വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വിദേശ ബന്ധങ്ങളുള്ള ഇൻഫ്ലുവൻസർമാരെ നിരീക്ഷിക്കുന്നുണ്ട്. അവരുടെ യാത്രാ ചരിത്രങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിൽ ഏകോപിപ്പിച്ച് വിവരങ്ങൾ കൈമാറുന്നുണ്ട്. ഹണി ട്രാപ്പ് പോലുള്ള ചാരവൃത്തി രീതികളും അതോടൊപ്പം വിദേശ ഏജൻസികൾ ആളുകളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചും എല്ലാം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ജ്യോതി മൽഹോത്ര കേസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇപ്പോൾ വിവരയുദ്ധത്തിന്റെ മുൻപന്തിയിലാണ്. ലക്ഷക്കണക്കിന്, ചിലപ്പോൾ കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്താനും അവരുടെ ചിന്താഗതിയെ സ്വാധീനിക്കാനും ഇവർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവരെ എളുപ്പത്തിൽ ലക്ഷ്യമിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് നറേറ്റീവ് വാർഫെയർ എന്ന് പറയുന്ന ഈ തന്ത്രം, അതായത് ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ വ്യാജ പ്രചാരണങ്ങളും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് സാധാരണമായിട്ടുള്ള ചാരവൃത്തികളെക്കാളും അപകടകരമെന്നാണ്. കാരണം ഇവിടെ നേരിട്ടുള്ള സൈനിക വിവരങ്ങൾ കൈമാറുന്നില്ലെങ്കിലും ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പൊതുജനങ്ങളുടെ അഭിപ്രായമുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് പാകിസ്ഥാനെ പറ്റിയിട്ടുള്ള ഇമേജ് മാറ്റിയെടുക്കാനായിട്ട് ഇവർക്ക് ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. കണ്ടന്റ് ഉണ്ടാക്കുന്നതും അഭിപ്രായം പറയുന്നതും രഹസ്യമായിട്ട് സ്വാധീനം ചെലുത്തുന്നതും തമ്മിലുള്ള അതിരുകൾ ഇപ്പോൾ വളരെ നേർത്തതായിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുക? ജ്യോതി മൽഹോത്ര കേസിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ഇവരുടെ കസ്റ്റഡിയിലുള്ള ഡിജിറ്റൽ എവിഡൻസുകൾ, മറ്റിവരുടെ ബന്ധങ്ങൾ ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വലയത്തിൽ മറ്റാരെങ്കിലും പെട്ടിട്ടുണ്ടോ, അങ്ങനെ കൂടുതൽ അറസ്റ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഈ കേസ് നമ്മുടെ രാജ്യത്ത് വലിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട്, അതിർത്തി കടന്നുള്ള ബന്ധങ്ങൾ എത്രത്തോളം സൂക്ഷിക്കണം, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കുള്ള ഭീഷണികൾ എങ്ങനെ മാറുന്നു, ഇതെല്ലാം നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഈ കേസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള, അതായത് യൂട്യൂബേഴ്സ്, ഇൻസ്റ്റഗ്രാമേഴ്സ് പോലുള്ള ആൾക്കാർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് നിങ്ങളുടെ ബന്ധങ്ങളിൽ വളരെയേറെ ജാഗ്രത പുലർത്തണം. പ്രത്യേകിച്ചും വിദേശത്തുള്ള സ്ഥാപനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ വ്യക്തികളുമായിട്ടോ ഒക്കെ ഇടപെടുമ്പോൾ, ആരെങ്കിലും സ്പോൺസർ ചെയ്യാമെന്ന് പറയുമ്പോൾ, വലിയ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി വീഡിയോസും മറ്റ് റീൽസൊക്കെ കാണുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരുണ്ടല്ലോ, അവർക്കുള്ള ഒരു പാഠമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്തിനെ പറ്റിയും അപ്പടി അങ്ങോട്ട് വിശ്വസിക്കരുത്, കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ഒരു ഇൻഫ്ലുവൻസർ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ, അതിന് പിന്നിൽ എന്തെങ്കിലും മറിഞ്ഞിരിക്കുന്ന താല്പര്യങ്ങളുണ്ടോ, ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ടയുണ്ടോ എന്ന് ചിന്തിക്കുക. മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പറയും കേരളം 100% ലിറ്ററസി ഒക്കെ ഉണ്ടെന്നല്ലേ, പക്ഷേ നമ്മൾ മാധ്യമങ്ങളിൽ പലരും പലരുടെ അജണ്ട പ്രകാരം പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പടി വിശ്വസിക്കാറില്ലേ? നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കുന്ന പോലും ഇല്ലല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് ഒരു കാര്യം വ്യക്തമായി, ഈ പുതിയ കാലത്തെ വിവരയുദ്ധങ്ങളെ നേരിടാനായിട്ട് കൂടുതൽ ശക്തമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി പൊതുജനങ്ങളായിട്ടുള്ള നമുക്കും ഒരു ഓർമ്മപ്പെടുത്തൽ ഇത് നൽകുന്നുണ്ട്. ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മളെ പല രീതിയിലും വഴിതെറ്റിക്കാനും സ്വാധീനിക്കാനും ഒക്കെയുള്ള ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടാകാം. അതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ അത്രത്തോളം ബോധവാന്മാരായിരിക്കണം. അപ്പോൾ ഇതാണ് ജ്യോതി മൽഹോത്ര കേസിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഒരു യാത്രാ ബ്ലോഗർ എന്ന മുഖം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചാരവൃത്തി നടത്തിയത് എന്ന് ഈ കേസ് കാണിച്ചു തരുന്നു. പുതിയ കാലത്തെ ചാരവൃത്തിയുടെ മുഖം മാറിയിരിക്കുന്നു എന്നാണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ജ്യോതിയുടെ കൂടെ അറസ്റ്റിലായിട്ടുള്ള മറ്റു വ്യക്തികളുടെ കഥകളും ഈ ചാര നെറ്റ്വർക്കിന്റെ ഒരു വലിയ വ്യാപ്തിയാണ് കാണിച്ചു തരുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, അതായത് എന്നെ പോലുള്ള യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റുകളിൽ തീർച്ചയായിട്ടും എഴുതുക. കമന്റ് എന്നുള്ളത് ചർച്ചകൾക്കുള്ള നല്ലൊരു വേദി കൂടിയാണ്. എന്തായാലും സുരക്ഷിതരായിരിക്കുക, കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.